നടന്ന 5ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആനുവൽ എക്സാമിൻ്റെ ആൻസർ കീ ആണ്. ഒന്നാമത്തെ ആക്ടിവിറ്റി ലുക്ക് അറ്റ് ദ നമ്പേഴ്സ് ഗിവൺ ബിലോ. കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദീസ് നമ്പേഴ്സ് ലീവ്സ് എ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ലീവ് ചെയ്യുന്ന നമ്പർ ഇതിൽ ഏതെന്നാണ്. ആൻസർ 35 ആണ്. ബി ക്വസ്റ്റ്യൻ ദ സം ഓഫ് ദ എബോവ് 2 നമ്പേഴ്സ് ഡസ് നോട്ട് ലീവ് എ റിമൈൻഡർ. ഇത് മുകളിൽ കൊടുത്തിരിക്കുന്ന 2 നമ്പേഴ്സ് കൂട്ടിയാൽ റിമൈൻഡർ ഒന്നും കിട്ടില്ല. 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഏതാണ് ആ 2 നമ്പേഴ്സ്? 38ഉം 62ഉം ആഡ് ചെയ്യുമ്പോൾ 0 ലാസ്റ്റ് വരും. ലാസ്റ്റ് ഡിജിറ്റായിട്ട് 0 വരും. അപ്പോൾ അത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ഒന്നും കിട്ടില്ല. സി ക്വസ്റ്റ്യൻ വിച്ച് എബോവ് ദ നമ്പേഴ്സ് ലീവ്സ് എ റിമൈൻഡർ ഓഫ് 2 വെൻ ഡിവൈഡ് ബൈ 5 ഓർ 10. 5 കൊണ്ടോ 10 കൊണ്ടോ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടുന്ന നമ്പർ ഏതാണ്? 62 ആണ്. ഡി ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ എബോവ് നമ്പർ ഡസ് നോട്ട് ലീവ് എ റിമൈൻഡർ വെൻ ഡിവൈഡ് ബൈ 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്നും കിട്ടാത്തത്, അതായത് 0 റിമൈൻഡർ. 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് 36. ഈ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 48/4. 48/4 തുല്യം 40/4 പ്ലസ് 8/4 ആണ്. ആക്ടിവിറ്റി 2 ഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഗ്രാഫിൽ നിന്ന് ആദ്യമേ എല്ലാ ഗെയിമുകളുടെയും ടോട്ടൽ കണ്ടുപിടിച്ച് വയ്ക്കുക. അപ്പോൾ ഇവിടെ ക്രിക്കറ്റിന് 500, ചെസ് 350, ബാഡ്മിൻ്റൺ 400, ഫുട്ബോൾ 450. എ ക്വസ്റ്റ്യൻ വിച്ച് ഗെയിം ഈസ് ലൈക്ക് ബൈ മോസ്റ്റ് ഓഫ് ദി ചിൽഡ്രൻ. ക്രിക്കറ്റ് ആണ്. ബി ക്വസ്റ്റ്യൻ ലെസ് ആണ്, ഏറ്റവും കുറവാണ്. ഏറ്റവും കുറവ് ഇവിടെ ചെസ് ആണ്. സി ക്വസ്റ്റ്യൻ ഹൗ മെനി ചിൽഡ്രൻ ലൈക്ക് ഫുട്ബോൾ ദാൻ ചെസ്. ഫുട്ബോളിനേക്കാളും ചെസ് ഇഷ്ടപ്പെടുന്ന എത്ര കുട്ടികളാണ്? അപ്പോൾ അത് രണ്ടും മൈനസ് ചെയ്യുക. 450 - 350 100 ആണ്. ഡി ക്വസ്റ്റ്യൻ ബോയ്സ് ഇഷ്ടപ്പെടുന്ന ഗെയിമുകൾ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ ബാഡ്മിൻ്റൺ തൊട്ട് മുമ്പ് വരുന്ന ഗെയിം ഏതെന്നാണ്. അപ്പോൾ ക്രിക്കറ്റ് ആണ്. അടുത്തത് ഈ ക്വസ്റ്റ്യനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ്. വിച്ച് ഗെയിം ഈസ് ലൈക്ഡ് ബൈ മോസ്റ്റ് ഓഫ് ഗേൾസ്. ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. ആക്ടിവിറ്റി 3ൽ ഹൗ മെനി പെൻസ് വിൽ ബി ലെഫ്റ്റ് ബിഹൈൻഡ് ഇഫ് 1768 പെൻസ് ആർ പുട്ട് ഇൻ പാക്കറ്റ്സ് കണ്ടെയ്ൻസ് 10 പെൻസ്. അപ്പോൾ 1768 പേനകൾ 10 പാക്കറ്റിൽ നിറയ്ക്കുകയാണെങ്കിൽ അവശേഷിക്കുന്നത് കണ്ടുപിടിക്കാൻ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 8 കിട്ടുന്നതാണ്. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 12 പെൻസിൽസ് ആർ ഈച്ച് ഫിൽഡ് ഇൻ 36 പാക്കറ്റ്. 12 പെൻസിൽ വീതം 36 പാക്കറ്റുകളിൽ നിറച്ചാൽ എത്ര പെൻസിലാണ് ഉള്ളത്? 12 × 36 ചെയ്യുക. ഇനി സി ക്വസ്റ്റ്യൻ റൈറ്റ് 2 നമ്പേഴ്സ് ദാറ്റ് ലീവ് റിമൈൻഡർ 2 വെൻ ഡിവൈഡ് ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടുന്ന 2 നമ്പേഴ്സ് ഏത് വേണമെങ്കിലും എഴുതാം. 3 റിമൈൻഡർ 2 റിമൈൻഡർ കിട്ടിയാൽ മതി. ഇനി അടുത്ത ഡി ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. കറക്റ്റ് ആയിട്ടുള്ളത് ഡി ഓപ്ഷൻ ആയിരുന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 54ൽ റൈറ്റ് ദ മൾട്ടിപ്പിൾസ് ഓഫ് 3 ബിറ്റ്വീൻ 1 and 20. 1 നും 20 ഇടയിലുള്ള 3യുടെ മൾട്ടിപ്പിൾസ് എഴുതാനാണ്. അപ്പോൾ 3യുടെ മൾട്ടിപ്പിൾസ് 3 തൊട്ട് 18 വരെ എഴുതുക. ബി പാർട്ട് ക്വസ്റ്റ്യൻ റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് ഓഫ് 15. 15ൻ്റെ 2 ഫാക്ടേഴ്സ് ആണ്. 5ഉം 3ഉം എഴുതാം. സി ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് 15 and 30. 15നും 30ൻ്റെയും കോമൺ ഫാക്ടർ ഏതാണ്? 3 ആണ് കോമൺ ഫാക്ടർ. ആക്ടിവിറ്റി 5ൽ എ ക്വസ്റ്റ്യൻ ഈ തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാനാണ്. പെരിമീറ്റർ കാണാൻ ലെങ്തും ബ്രെഡ്ത്തും കൂട്ടിയതിന് ശേഷം 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 32 ആണ് ആൻസർ. ബി പാർട്ട് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യുക. 48 cm² എന്ന് കിട്ടും. ഡി ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ലെങ്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കിൾ വിത്ത് പെരിമീറ്റർ 36. പെരിമീറ്റർ 36 കിട്ടണമെങ്കിൽ ലെങ്തും ഹൈറ്റും എത്ര എടുക്കാം? 10ഉം 8ഉം ആണ് ആൻസർ. 6 വിച്ച് ആർ ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 60 and 12. 60യുടെയും 12ൻ്റെയും കോമൺ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ 60യുടെ ഫാക്ടേഴ്സും 12ൻ്റെ ഫാക്ടേഴ്സും എഴുതിയാൽ കോമൺ ഫാക്ടേഴ്സ് എഴുതാൻ സാധിക്കും. ബി പാർട്ട് ചോദ്യം 400/80 കോമൺ ഫാക്ടേഴ്സ് റിമൂവ് ചെയ്ത് ഡിവൈഡ് ചെയ്യാനാണ്. അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് എഴുതി നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ ആൻസർ 5 എന്ന് കിട്ടും. സി ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കോമൺ ഫാക്ടർ ഓഫ് 3 × 3 × 2 × 5 and 30. അപ്പോൾ 30യുടെ കോമൺ ഫാക്ടേഴ്സ് 2 × 3 × 5 ആണ്. 3 × 3 × 2 × 5ൽ 2ഉം 3ഉം 5ഉം കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ആൻസർ 3 × 2 × 5 ആണ്. ആക്ടിവിറ്റി 7 ദർ ഇസ് സം മിൽക്ക് ഇൻ എ വെസൽ. കുറച്ച് മിൽക്ക് ഉണ്ട്. അജീഷ് ടുക്ക് 1 ലിറ്റർ മിൽക്ക് ഫ്രം ഡിവൈഡഡ് ഈക്വലി എമംഗ് 3 ചിൽഡ്രൻ. 3 കുട്ടികൾക്കായിട്ട് 1 ലിറ്റർ മിൽക്ക് വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും കിട്ടുന്ന എത്രയാണ്? 1/3. ബി ക്വസ്റ്റ്യൻ 3 കുട്ടികൾ വീതം 2 ലിറ്റർ മിൽക്ക് തുല്യമായി വീതിച്ചെടുക്കുകയാണെങ്കിൽ എത്രയാണ്? 2/3. സി ക്വസ്റ്റ്യൻ 5 ലിറ്റർ മിൽക്കാണ് 2 ബോട്ടിൽ നിറയ്ക്കുന്നതെങ്കിൽ 5/2 ലിറ്റർ ആണ് ഓരോ ബോട്ടിലും ഉള്ളത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് which of the following is one of the 2 equal parts of 9. 2 equal parts of 9 ഏതാണ്? 9/2 ആണ് ആൻസർ.